ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചമ്മ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, നീ രേവതിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് രേവതിയുടെ അമ്മ തന്ന ഷർട്ടല്ലേ ധരിച്ചിരുന്നത്? പിന്നെ ഇതേതാ ഷർട്ട്? ഇത് കേട്ട് സച്ചി ഒന്ന് പരുങ്ങുന്നുണ്ട്. സച്ചി രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചിയും രേവതിയും ഒരുമിച്ച് മറുപടി പറയാണ്. സച്ചി പറയുന്നുണ്ട്, അതച്ചമ്മേ, അവിടെ പോയപ്പോൾ ചായ ദേഹത്ത് വീണു. ഇതേ സമയം രേവതി പറയുന്നുണ്ട്, അത് ഒരു ആണിയിൽ തട്ടി കീറിപ്പോയി അച്ചമ്മേ എന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയുമ്പോൾ അച്ചമ്മ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ഇതെന്താടാ, നീ ഒരു മറുപടി പറയുന്നു, അവൾ വേറൊന്ന് പറയുന്നു, ഇതിലേതാ സത്യം? അത് അച്ചമ്മേ, രണ്ടും സംഭവിച്ചു. അത് ചായ പോയത് കഴുകാനായിട്ട് ടോയ്ലറ്റിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആണിയിൽ കൊളുത്തി ഷർട്ട് കീറി, അതാ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്കങ്ങ് സുഖിക്കുന്നില്ല. ചന്ദ്ര എങ്ങനെ പറയുന്നുണ്ട്, അമ്മേ, ഇവർ പറയുന്നത് സത്യമാണോ? അങ്ങനെ കീറുമ്പോഴേക്കും മാറ്റി ഉടുക്കാനായിട്ട് ഇവളുടെ അമ്മ എന്താ വേറെ ഷർട്ടും കൂടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ചന്ദ്ര, നീ എന്ത് പറഞ്ഞാലും അതിന് വേറൊരു അർത്ഥം കണ്ടോളൂ. അവർ പറഞ്ഞതിൽ എന്താ ചന്ദ്ര തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല അമ്മേ, ഇവർ പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പ്രശ്നം? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല മോളെ, ഇവർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഷർട്ട് ധരിച്ചു, തിരിച്ചു വരുമ്പോൾ വേറൊരു ഷർട്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഉടനെ വർഷ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമാണോ ആൻറ്റി? ഞാൻ തന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ 2 3 ഡ്രസ്സ് ഞാൻ എൻ്റെ ബാഗിൽ വെക്കും. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ വേറൊന്നായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. ഒരു ഷർട്ട് മാറുന്നതിന് ഇത്രയും പ്രശ്നമാക്കാനുണ്ടോ? വീടാ ചാൻറ്റി എന്നും പറയുന്ന അവരങ്ങ് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇന്നിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വരും, അപ്പോൾ നീ ശ്രദ്ധിക്കണം എന്ന് സുധിയോട് പറയാണ്. സുധി പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ? ഞാൻ അവരെ ശ്രദ്ധിക്കാനോ? എടാ, നീ എങ്ങോട്ടായി പോകണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഉടനെ ശ്രുതി പറയുന്നുണ്ട് വർഷനോട്, വർഷ നീ എങ്ങോട്ടാ? അതെ, ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ പിറകെ തന്നെ സച്ചി പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, എടാ സച്ചി, നീ എങ്ങോട്ടാ? അത് എനിക്കൊരു ഓട്ടമുണ്ടച്ചാ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം, ഇന്ന് ഈവനിങ്ങിന് പാർട്ടിയുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ, പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. ഇത് കേട്ട് സച്ചി ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സച്ചി പുറത്തേക്ക് പോയതും നമ്മുടെ ചന്ദ്ര ശ്രുതിയോടും സുധിയോടുമായി പറയുന്നുണ്ട്, എടാ, ഇതിലെന്തോ കള്ളത്തരമില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി പറയുന്നത് ശരിയാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവർ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നു. ശ്രുതി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്ത് പറ്റി? എന്താ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് രേവതി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ, നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? അല്ല, നീ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പോയതല്ലേ, തിരിച്ചു വരുമ്പോൾ അതുപോലെയല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, നീ എന്തിനാ ഇതെല്ലാം അറിയുന്നത്? എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊന്നും അറിയേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അതുപോലെ തന്നെയാ എനിക്കും. നീ എൻ്റെ വീട്ടുകാരെക്കുറിച്ചന്ന് ചോദിച്ചില്ലേ? അന്ന് നിൻ്റെ സച്ചി എൻ്റെ അച്ഛനെ എന്നാ കാശ അയച്ചതെന്ന് ചോദിച്ചിട്ട് എന്നോട് ചൂടായപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ നീ സപ്പോർട്ട് ചെയ്തല്ലേ ചെയ്തത്? ഇപ്പം മനസ്സിലായില്ലേ ഞാനന്ന് ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന്? നീ എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അന്ന് നിൻ്റെ അമ്മ സംസാരിച്ചതിൽ നിന്നും എനിക്കത് മനസ്സിലായി. എന്തായാലും നീ നിൻ്റെ ആ വേലയൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്. നിൻ്റെ വീട്ടുകാരെ പറ്റി എനിക്കൊന്നും അന്വേഷിക്കുകയും വേണ്ട, എനിക്കൊന്നും അറിയുകയും വേണ്ട. അതുപോലെ തന്നെയാ എൻ്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല എന്നങ്ങ് തീർത്ത് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ഇത്രയും സംസാരിച്ചിട്ടും രേവതി ഒന്നും മിണ്ടുന്നില്ല. സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. സച്ചി വളരെ സന്തോഷത്തോടെ രേവതിയെയും അച്ഛമ്മയും അച്ഛനെയൊക്കെ ഒപ്പം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സുധിക്കും ശ്രുതിക്കും അത്രക്ക് പിടിക്കുന്നില്ല. ചന്ദ്ര വിളിച്ച് ചോദിക്കുന്നുണ്ട്, രവിയോടാണ് പറയുന്നത്, നിങ്ങൾ എന്താ കുറേ നേരമായാലും എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട്, എന്താ കാര്യം? അപ്പോൾ രവി പറയുന്നുണ്ട്, നീയൊന്നവിടെ അടങ്ങിയിരിക്കുക ചന്ദ്രേ, നമ്മുടെ വർഷയും ശ്രീകാന്തും ഒന്നിങ്ങോട്ട് വന്നോട്ടെ, അവരിങ്ങോട്ട് എത്താനായി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും
വലിയൊരു പാക്ക് രണ്ടുപേരും കൂടി പിടിച്ചിട്ടാണ് രണ്ട് തലക്കും പാടെ പിടിച്ചിട്ടാണ് വരുന്നത്. ഇത് കണ്ട് ശ്രുതി ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എടാ ഇതെന്താ ഒരു തലയണ രണ്ടുപേരും കൂടി പിടിച്ചിട്ട് വരുന്നത്? ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് തലയണ പോലെയാണോ തോന്നുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവരത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എന്താ വർഷം ഇത്? ഒരു 5-6 കിലോനുണ്ടാവുമല്ലോ ഇത്. എന്തിനാ ഇത്രയും വലിയ കേക്കൊക്കെ വാങ്ങിയത്? ഇത് കേട്ട് വർഷ സന്തോഷത്തോടെ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, ആദ്യമായിട്ടല്ലേ ആഘോഷിക്കുന്നത്, അത് നമുക്ക് ഗംഭീരമാക്കണം. ചന്ദ്ര വിളിച്ച് പറയുന്നുണ്ട്, ഓ പിന്നെ ഇത് സിനിമ റിലീസായിട്ട് 100 ദിവസം ഓടി എന്ന് പറയുന്നത് പോലെയാണല്ലോ നിങ്ങൾ ഈ കേക്കൊക്കെ ഇത്രയും വലിയ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, സിനിമ ഓടിയാൽ മാത്രമേ വലിയ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? അതെ, ഇവർ ഇത്രയും നാളും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്ത് ഇത്രയും നാളും ഇവിടെ എത്തിയില്ലേ, എന്തായാലും അതവർ ആഘോഷിക്കട്ടെ. എന്നാൽ കൊതിയനായ സുധിക്ക് കേക്ക് പെട്ടെന്ന് കട്ട് ചെയ്താൽ കഴിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് എപ്പോഴാ കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രവി പറയുന്നുണ്ട്, എടാ അത് കട്ട് ചെയ്യും, നീ ഒന്ന് ഇങ്ങോട്ട് ഒതുങ്ങി നിൽക്കടാ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സുധി പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഇത് ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഐസ് ഒക്കെ ഇട്ടിട്ടുള്ള കേക്ക് ആയിരിക്കുമല്ലോ, പെട്ടെന്ന് അലിഞ്ഞു പോവണ്ട എന്ന് വിചാരിച്ചിട്ടാ. ഇത്രയും വലിയ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റത്തില്ല. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കങ്ങ് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് വന്ന് സുധിയുടെ കയ്യിലങ്ങ് പിടിച്ചു വലിച്ചിട്ട് പറയുന്നുണ്ട്, സുധി ഒന്നും മിണ്ടാതിരിക്ക്, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അമ്മയും അനിയത്തിയും വരുന്നുണ്ട്. അവരെ കണ്ടതും രേവതി ഓടി ചെല്ലുന്നുണ്ട്. അമ്മേ വാ, അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ ശരത്ത്? അപ്പോൾ അനിയത്തി പറയുന്നുണ്ട്, അതെ അവന് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതിന് പോയിരിക്കുക. അപ്പോഴേക്കും പുറത്തു നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നു. അത് നമ്മുടെ വർഷയുടെ അമ്മയായിരിക്കും. വർഷയുടെ അമ്മയെ കണ്ടതും നമ്മുടെ ചന്ദ്ര സ്വീകരിക്കാനായി ഓടുന്നുണ്ട്. ഓ വരൂ വരൂ, നിങ്ങൾ വരൂ, അകത്തിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അമ്മയെ കണ്ടതും വർഷ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ആ ഞാനാണ് വർഷമോളോട് പറഞ്ഞ് ഇവരെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞത്. എവിടെ അവളുടെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവർ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ വർഷയുടെ അമ്മയെ കണ്ടതും നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. സച്ചി പറയുന്നുണ്ട്, ഒരർത്ഥം വെച്ചുള്ള സംസാരം, അത് എല്ലാവരും ഒന്ന് അകന്ന് നിൽക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ വല്ല വളയോ മോതിരമോ പോയെന്ന് ചിലർ പറയും. ഇത് കേട്ട് രവി പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ പഴയതൊക്കെ വിളിച്ച് പറയുന്നത്? മിണ്ടാതിരിയടാ. ഒരു ഫംഗ്ഷനിൽ ആരംഭിച്ച പ്രശ്നം മറ്റൊരു ഫംഗ്ഷനിലൂടെ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വർഷയോട് പറഞ്ഞ് അവളുടെ അച്ഛനെയും അമ്മയും ഈ ഫംഗ്ഷന് ക്ഷണിച്ചത്. എന്നിട്ട് നീ എന്താടാ അത് വീണ്ടും തുടക്കം വെക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വർഷയുടെ അമ്മ നല്ല പിള്ള ചമഞ്ഞിട്ട് പറയുന്നുണ്ട്, അവൻ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലോ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞങ്ങളും അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എന്തായാലും നമ്മളെല്ലാവരും ഒരേ കുടുംബമല്ലേ എന്ന് വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. വർഷയുടെ അമ്മ വേഗം രേവതിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, അത് രേവതി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഒരു കവറിൽ നിന്നൊരു ബോക്സ് എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ അത്? അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, അത് ആനിവേഴ്സറി അല്ലേ, രേവതിക്ക് ഞാനൊരു സ്വർണ്ണവള മേടിച്ചുകൊണ്ട് വന്നതാ. ഇത് കേട്ട് ചന്ദ്ര ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ട്. ഓ, നിങ്ങൾ സ്വർണ്ണവളയ്ക്കായിട്ടാണോ വന്നിരിക്കുന്നത്? ഇവിടെ ചിലരുണ്ട് സ്വന്തം മകളുടെ ആനിവേഴ്സറി ആയിട്ട് കയ്യും വീശിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്തായാലും മറ്റൊരാളുടെ മകളായിട്ടും അവൾക്ക് വേണ്ടി സ്വർണ്ണവള വാങ്ങിച്ചല്ലോ, സന്തോഷം. ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. രേവതിയും അമ്മയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. വർഷയുടെ അമ്മ രേവതിയോട് പറയുന്നുണ്ട്, രേവതി പഴയ കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ, നീ ആ കൈ ഇങ്ങോട്ട് നീട്ട്, ഞാൻ ഈ വളയിട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് വള ഇടാനായിട്ട് കൈ പിടിക്കുന്നുണ്ട്. ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, അമ്മേ ആ വളയൊന്ന് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വള കയ്യിൽ മേടിക്കുന്നുണ്ട്. വള കയ്യിൽ പിടിച്ചുകൊണ്ട് രേവതി നന്നായി നോക്കുന്നുണ്ട്. ഇത് കണ്ട് വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇങ്ങനെ നോക്കുന്നത്? ഇങ്ങനെ നോക്കാതെ നീ അത് നിൻ്റെ കയ്യിലിടൂ എന്ന് പറയാണ്. അമ്മേ ഒരു നിമിഷം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ വളയുമായി വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രേവതി അതിലൊരു വളയെടുത്ത് നമ്മുടെ വർഷയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്.
വർഷ പെട്ടെന്ന് പറയുന്നുണ്ട്, ഏയ് രേവതി ഇത് നിനക്ക് വേണ്ടി മേടിച്ചതാണ്. ഉടനെ രേവതി പറയുന്നുണ്ട്, ഏയ് അല്ല, ഇത് നിന്റെ കൈകളിലാണ് നല്ല ചേർച്ചയുള്ളത്, ഇത് നീ ഇട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ 2 കൈകളിലും ആ 2 വളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. രവിക്കും അച്ചമ്മയ്ക്കും നമ്മുടെ സച്ചിക്കും എല്ലാവരും നല്ല ഹാപ്പിയായി നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രവി ചന്ദ്രയോട് പറയുന്നുണ്ട്, കണ്ടോ ചന്ദ്രേ, ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല മരുമകൾ. രവി പറയുന്നുണ്ട്, ശരി, ഇനി എല്ലാവരും ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, മോനെ കേക്ക് കട്ട് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യാനായും എല്ലാവരും കേക്കിന് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും വർഷയുടെ അമ്മയുടെ വക ഒരു ഡയലോഗുണ്ട്. ഓ, എന്തൊരു ചൂടാ ഇവിടെ, എങ്ങനെയാ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചൂട്ടിത്തിരിക്കുന്നത്? ഈ വീട് ഒരു സെൻട്രലൈസ് ആക്കാമായിരുന്നു. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ അച്ചമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാ, 4 പുറത്തുള്ള മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ടാ ഇത്രയ്ക്ക് ചൂട്. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ആ കുഴപ്പമില്ല, എന്തായാലും ഞാനൊരു AC വാങ്ങിച്ച് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം. എന്താ എന്ന് ചന്ദ്രയോട് ചോദിക്കുന്നതും ചന്ദ്രയ്ക്ക് സന്തോഷമാവും. പക്ഷേ ഇത് കേട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ച് ഒരു വരവങ്ങ് വരുന്നുണ്ട്. പെട്ടെന്ന് രവി ഇടയിൽ കയറി നിൽക്കുന്നുണ്ട്. ഏയ് നിൽക്കട അവിടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വർഷയുടെ അമ്മയോട് പറയുന്നുണ്ട്, അതെ വേണ്ട, നിങ്ങളുടെ മകളുടെ റൂമിൽ AC ഉണ്ട്, അവൾ അവിടെ ഇരുന്നോളും. AC വേണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇവിടെ വേറൊരു AC വേണ്ട. ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാനൊരു AC ഇങ്ങോട്ട് കൊടുത്തു വിടാം. വേണ്ടാന്നല്ലേ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ഒരു ACയുടെ ആവശ്യമില്ല. അങ്ങനെ സച്ചിയും രേവതിയും കൂടി കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, മോളെ ആദ്യം വന്നവർക്കൊക്കെ കൊടുക്ക്, മോള് വർഷയുടെ അമ്മയ്ക്ക് കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേക്ക് കൊണ്ടുപോയി വർഷയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ വർഷയുടെ അമ്മ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം തന്നെ ആ പ്ലേറ്റ് എടുത്ത് ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല, ഞാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട് വർഷ കുറച്ച് സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി കേക്ക് കൊണ്ടുപോയി നമ്മുടെ വർഷയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വർഷ തിരിച്ച് രേവതിയുടെ വായിലും കേക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളിങ്ങനെ ദേഷ്യത്തോടെ 2 പേരെയും നോക്കി നിൽക്കുന്നുണ്ട്.